ഒന്ന് പറഞ്ഞ് കയ്യൊക്കെ കൊടുക്കാമോ? രാത്രി ഏകദേശം 11:30 അതുകൊണ്ട് ധാരാളമൊക്കെ എല്ലാ വർഷവും നാം കേൾക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-14 പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇത് കർത്താവ് ഈശോ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് എന്ന്. ഉയർപ്പ് തിരുനാളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഈ തിരുനാളിനെ കുറിച്ച് സഭാപിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്ന തിരുനാളുകളുടെ തിരുനാളാണെന്ന്. ഏറ്റവും ശ്രേഷ്ഠമായ തിരുനാളാണ്. ശൂന്യമായ കല്ലറയെ തോൽപ്പിച്ച് മരണത്തെ പരാജയപ്പെടുത്തി ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് ഈ തിരുനാൾ പ്രത്യാശയുടെ തിരുനാളാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം റോമാക്കാരുടെ ലേഖനം 5:5 ഇപ്രകാരം പറയുന്നുണ്ട്, വിശ്വാസം ആശ കഭി വർത്ത് നഹി ഹോതി. വിശ്വാസം അതൊരിക്കലും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പെട്ടെന്ന് ആ വാദം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഹിന്ദിയിൽ പറഞ്ഞത്. ചിലർക്കെങ്കിലും ഹിന്ദി അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ വീണ്ടും റോമാക്കാരുടെ ലേഖനത്തിന്റെ 12:12 വീണ്ടും പറയുന്നുണ്ട്, പ്രത്യാശയിൽ സന്തോഷിക്കും. എല്ലാ പിതാക്കന്മാരും ഈശോയും പഴയ നിയമത്തിലെ ഒത്തിരി സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാനാണ്. കാരണം ദൈവം മരണത്തെ, പാപത്തെ ഒക്കെ തോൽപ്പിച്ച് വിജയം വരിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ കർത്താവിനെ നോക്കി പാർക്കാനായിട്ടാണ് തിരുസഭ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ വലിയ തിയോളജി ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാ വർഷവും നാം ഈ 50 ദിവസം നോമ്പൊക്കെ നോക്കി അതിശക്തമായി നല്ല ഒരുക്കമൊക്കെ നടത്തി തീർച്ചയായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നല്ല ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല കുമ്പസാരമൊക്കെ നടത്തി പാപങ്ങളെയൊക്കെ വെറുത്തുപേക്ഷിച്ച് അങ്ങനെ ഇതിനെയൊക്കെ തോൽപ്പിച്ച് വിജയത്തിലേക്ക് മുന്നേറാൻ, ആത്മീയമായിട്ട് വളരാനായിട്ടൊക്കെ തീർച്ചയായിട്ടും നാം ഒരുങ്ങിയ ദിനങ്ങളാണ്. ഒരു കാര്യം മാത്രമേ ചോദിക്കാനായിട്ടുള്ളൂ, പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ നല്ല ഒരുക്കമൊക്കെ നടത്തി നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇന്ന് ഈ വിശുദ്ധ ദേവാലയത്തില് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ നാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നല്ല ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നൊക്കെ. ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, നാം ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ അങ്ങനെയുള്ള പാപമേഖലയിൽ, പ്രത്യേകിച്ച് ലാസറസിനെ ഉയർപ്പിക്കുന്ന സമയത്തൊക്കെ കല്ലുരുട്ടി മാറ്റാനായിട്ടൊക്കെ ഈശോ ആവശ്യപ്പെടുമ്പോൾ മർത്ത തന്നെ അതിന് തടസ്സം നിൽക്കുന്നുണ്ട്. ദൈവം ഇന്നേ ദിനം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കൊക്കെ ഉയർപ്പ് ആവശ്യമാണ്. എല്ലാ മേഖലയിലും ഉയർപ്പ് ആവശ്യമാണ്. എല്ലാ മേഖലയിലും തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. എല്ലാ മേഖലയിലും ഓരോ മനുഷ്യനും ചില തഴക്കദോഷങ്ങളൊക്കെ എല്ലാ മനുഷ്യരിലും ഒക്കെ ഉണ്ട്. ചില ബലഹീനതകളുണ്ട്. അത് ഒരുപക്ഷെ നമ്മയൊക്കെ ഒത്തിരി ഭാരപ്പെടുത്തുന്നുണ്ട്. ആ മേഖലയിലൊക്കെ ഒരു ഉയർപ്പ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, നാം എന്തുമാത്രം ഈ മേഖലയിൽ ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നതാണ്. അതേ കല്ലറയിൽ തന്നെ, ഈ തഴക്കദോഷത്തിൽ തന്നെ, ഈ കല്ലുരുട്ടി മാറ്റാത്ത ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥിതിയിൽ തന്നെ ആയിരിക്കാനായിട്ടാണോ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇന്ന് തിരുസഭ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഉയർപ്പ് ആവശ്യമാണ്. ഉയർപ്പിനെ തടയുന്ന ഒത്തിരി മനുഷ്യര് തീർച്ചയായും എല്ലാ സഭാ സമൂഹത്തിലും ഉണ്ട്, എല്ലാ കൂട്ടായ്മയിലും ഉണ്ടാകാം ഉയർപ്പിനെ തടയാനായിട്ട് പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിനം അവസാന പ്രാർത്ഥനയില് നാം ഇപ്രകാരം പ്രാർത്ഥിച്ച്, നിന്റെ തിരുനാളുകൾ സമാധാനത്തിൽ ആഘോഷിക്കുന്നതിനായി എല്ലാ ക്രിസ്തീയ സഭാ സമൂഹങ്ങളെയും ആശീർവദിക്കണമേ. എല്ലാവരും ആമേൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഏക കാര്യം,
ഞാൻ അനേക വർഷങ്ങള് ഓരോ ഇടവകയില് അതിനേക്കാളൊക്കെ കൂടുതൽ ധ്യാനകേന്ദ്രങ്ങളിലായിരുന്നു. തിരുനാളുകളാണ് പലപ്പോഴും ക്രിസ്തു നഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവർ കണ്ണീരൊഴുക്കുന്ന, ഒത്തിരി ഭാരപ്പെടുന്ന ദിനങ്ങളൊക്കെ തിരുനാളുകളുടെ ദിനങ്ങളാണ്. ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളെയൊക്കെ ഉയർത്താനായിട്ട് അനുവദിക്കാതെ ചില തഴക്കദോഷങ്ങളിൽ ഒക്കെ ഇങ്ങനെ കെട്ടിയിടാനായിട്ടൊക്കെ പരിശ്രമിക്കുന്ന ധാരാളം മനുഷ്യരെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ വാർഷിക ധ്യാനം നടന്നിട്ടുണ്ട്. ഈ ഇന്നേ ദിനം ആഘോഷിക്കാനായിട്ടൊക്കെ ശക്തമായ ഒരുക്കമൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാനിവിടെ 2 ദിവസം വന്ന് 2 ദിവസവും കുമ്പസാരിക്കാനായിട്ടേക്ക് ഇരുന്നു. ഒത്തിരി പേര് വന്ന് കുമ്പസാരിച്ചു. തീർച്ചയായും മറ്റുള്ളവരൊക്കെ നല്ല കുമ്പസാരം തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. എന്തുമാത്രം ഈ മേഖലയിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ചില തഴക്ക ദോഷങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് നാം ധ്യാനിക്കേണ്ട ഒരു വിഷയം. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ചില സംഭവങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. ഒരു കൊച്ചു സംഭവം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. ഒരു കുടുംബം ഒത്തിരി തീക്ഷ്ണതയോടെയൊക്കെ പ്രാർത്ഥിച്ചിരുന്ന, ജീസസ് യൂത്തിലേക്ക് ആക്റ്റീവായിട്ടിരുന്ന ഒരു ഫിലോ എന്നു പേരായ ഒരു ചേച്ചി എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളതാണ്. കുഞ്ഞുനാൾ മുതൽ എനിക്ക് പരിചയമുള്ളതാണ്. ഈ ചേച്ചിയുടെ എന്നും ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവിത പങ്കാളി, ഒത്തിരി പ്രാർത്ഥിക്കുന്ന നല്ലൊരു മനുഷ്യനെ എനിക്ക് ജീവിത പങ്കാളിയായി ലഭിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം ആ സഹോദരിക്ക് വേണ്ടി വെച്ചത് നേരെ ഓപ്പോസിറ്റായ ഒരു സ്വഭാവ, ഒത്തിരി വൈകൃതങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. വിവാഹം കഴിഞ്ഞു ഒരു 3-4 വർഷത്തിനുള്ളിൽ 2 പെൺകുഞ്ഞുങ്ങളുണ്ടായി. അപ്പോഴേക്കും ഈ ഫിലോ ചേച്ചിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ നല്ല ശക്തനായ, നല്ല തരക്കേടില്ലാത്ത, എന്നാൽ ഒത്തിരി മോശമല്ലാത്ത നല്ലൊരു മദ്യപാനിയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് ഈ ചേച്ചിയും കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, എന്നിട്ട് എന്ന് അവധിക്ക് ചെല്ലുമ്പോഴും ഈ ചേച്ചി ഒരു കാര്യം എപ്പോഴും പറയുമായിരുന്നു: ആത്മഹത്യ ഞാൻ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ ഈ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായി ഞാൻ അധ്വാനിക്കും, എന്നിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വർഷങ്ങൾ കുറെ കടന്നുപോയി. ഈ മനുഷ്യനിൽ ഒരിക്കലും മാറ്റം സംഭവിച്ചില്ല. ഓരോ വാർഷിക ധ്യാനം നടക്കുമ്പോൾ, പോപ്പുലമിഷൻ ധ്യാനം ഇടവകയിൽ നടന്നിട്ടുണ്ട്. പോപ്പുലമിഷൻ ധ്യാനത്തിന്റെ സമയത്തൊക്കെ ഈ കുഞ്ഞുങ്ങൾ എന്നും പപ്പയോട് പറയുമായിരുന്ന ഒരു പ്രാർത്ഥന: പപ്പയും മദ്യപാനമൊന്നും നിർത്ത്. ഒരു നല്ല പപ്പയായി കാണാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതൊന്നും നടന്നില്ല. മൂത്ത പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഇളയ കൊച്ച്, 2ാമത്തെ കുഞ്ഞ് +2 പഠിക്കുന്ന സമയത്ത്, 2 പേരും ഒരേ ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ 4 കൂടിയ ഒരു കവലയ്ക്ക് ഈ മനുഷ്യൻ പൂർണ്ണ നഗ്നനായിട്ട് ഉടുതുണി റോഡിൽ വീണ് അതെടുത്ത് ഉടുപ്പിക്കാനായിട്ട് മറ്റു പലരും ഒക്കെ പരിശ്രമിക്കുന്നു. എന്നിട്ട് അതൊന്ന് ഉടുപ്പിക്കാനായിട്ട് അവരെ ഒന്നും അനുവദിക്കാതെ ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ട് കവലയ്ക്കൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഇടയായി. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലുണ്ടായിരുന്നവരൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ പേരുകൾ തന്നെ പറഞ്ഞ്, ഇന്ന കുഞ്ഞുങ്ങളുടെ പിതാവല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കിയപ്പോൾ ആ കുഞ്ഞുങ്ങൾ അന്ന് തിരികെ വീട്ടിൽ വന്ന് പഠന ഉപകരണങ്ങളെല്ലാം, പുസ്തകവും ബാഗും ഒക്കെ വലിച്ചെറിഞ്ഞ് അതെല്ലാം തീയിട്ട് കത്തിച്ച് അന്ന് അമ്മയോട് പറഞ്ഞു: ഇനി ഞങ്ങൾ ഒരിക്കലും പഠിക്കാനായിട്ട് പോകുന്നില്ല, ഈ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതെല്ലാം എറിഞ്ഞ് കളഞ്ഞ് അത് കത്തിച്ചു. പ്രിയമുള്ളവരെ, അന്നേ രാത്രി, ആ രാത്രി തന്നെ ഫിലോ ചേച്ചി റബ്ബർ പാല് ഉറയൊഴിക്കാനായിട്ട് വെച്ചിരുന്ന ആസിഡ് എടുത്ത് കുടിച്ചു. ഞാൻ പിന്നീട് കാണുമ്പോൾ അങ്കമാലിയിലെ LF ഹോസ്പിറ്റലിലെ ICUവിലായിരുന്നു ഈ സഹോദരിയെ കാണാനായിട്ട് ഇടയായത്. ഞാൻ കണ്ട് ശക്തമായിട്ട് സ്വരമൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഒരല്പം പതുങ്ങിയ സ്വരത്തില് അന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിൽ ഓർമ്മയിലേക്ക് വരികയാണ്. ഫിലോ ചേച്ചി കുഞ്ഞുങ്ങളുടെ 2 പേരുടെയും കരങ്ങൾ എൻ്റെ കരങ്ങളിൽ പിടിച്ചേൽപ്പിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അച്ഛൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. എന്നിട്ട് കൂട്ടിച്ചേർത്ത ഒരു വചനം, പ്രിയമുള്ളവരെ, ഒത്തിരി
എൻ്റെ മനസ്സിനെ ഒത്തിരി ഭാരപ്പെടുത്തുന്ന ഒരു വചനമാണ് അന്ന് ഈ സഹോദരിയുടെ അതിരത്ത് നിന്ന് പുറപ്പെട്ടത്. ഇപ്രകാരമാണ് പറഞ്ഞത്: ഒരു കൊഴുത്ത പട്ടിക്ക് എൻ്റെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നാലും ഒരു മദ്യപാനിയായ ഒരുവന് കെട്ടിച്ച് കൊടുക്കരുത്. ഒരു കൊഴുത്ത പട്ടിക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നാലും മദ്യപാനിയായ ഒരുവന് ഈ മകളെ കെട്ടിച്ച് കൊടുക്കരുത്. പ്രിയമുള്ളവരെ, 3 ദിവസത്തിന് ശേഷം ഈ സഹോദരി മരിച്ചു. ഈ സഹോദരി മരിക്കേണ്ടി വന്നു ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ. അപ്പോഴേക്കും ഒത്തിരി വൈകിപ്പോയിരുന്നു. കുഞ്ഞുങ്ങളുടെ ഉണ്ടായിരുന്ന എല്ലാ പാഠ്യ വസ്തുക്കളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. പഠനം വഴിമുട്ടി നിന്നു. കുറേയൊക്കെ കഴിഞ്ഞ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റം, തീർച്ചയായിട്ടും മാറ്റം വന്നു. പക്ഷെ അപ്പോഴേക്കും നഷ്ടപ്പെടേണ്ടതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ഒത്തിരി പെട്ടെന്ന് ആ സംഭവം മനസ്സിലേക്ക് തോന്നിയത്, ഒത്തിരി പ്രാവശ്യം ഒത്തിരി മനുഷ്യരെ, ഈ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളിയും മറ്റനേകം പേരും ഒത്തിരി വൈദികരും ഒക്കെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് സാധ്യമാക്കാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അതിനുവേണ്ടി പരിശ്രമിക്കുകയോ അങ്ങനെ നല്ല ഉറച്ച തീരുമാനങ്ങളെടുത്ത് അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു പ്രവൃത്തി മൂലം തെറ്റായ ഒരു ദുർമാതൃക മൂലം ഒരുവന്റെയും ഉയർപ്പ് തടസ്സമാകാൻ ഞാൻ കാരണമാകരുത്. നാം ആയിരിക്കുന്ന ഈ ലോകത്ത്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിലൊക്കെ നമുക്കറിയാം, ഇപ്പോൾ ഒരു വസന്തത്തിന്റെ ആരംഭമാണ്. പ്രകൃതി തന്നെ കുറെ ഒരു പുതുമ, ഒരു ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? ഒത്തിരി മഞ്ഞ് മൂടിയൊക്കെ കിടന്ന സ്ഥലത്ത് അതിനടിയിൽ പ്രത്യേകിച്ച് ഡാഫഡിൽസ്, ഈ ഫ്ലവേഴ്സ് ഒക്കെ ഇപ്പൊ അതിമനോഹരമായിട്ടാണ് ഇപ്പൊ പുഷ്പിച്ചൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുവരെ ഇതൊന്നും മൂടിക്കിടക്കുകയായിരുന്നു. അതിന് ഒരു ഉയർപ്പ് പ്രകൃതി നമുക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞ് തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന, ഉദ്ധിതനായ ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമുക്കും ഒരു ഉയർപ്പ് വേണമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ തിരുനാളിലൂടെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ അതേ സ്വഭാവം തന്നെ പിന്തുടരുന്നവരായി മാറുകയാണ് നാം. ഉദ്ധിതനായ ക്രിസ്തു ഉത്ഥാനം ചെയ്തെങ്കിലും അവരടുത്ത ദിവസം തന്നെ 7 പേരെ മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. 2 പേരെ എമ്മാവൂസിലേക്ക് യാത്രയാകുന്നുണ്ട്. കൂട്ടായ്മയൊക്കെ വിട്ടു പോവുകയാണ്. ഒക്കെ തോന്നി പോലെ പോവുകയാണ്. അങ്ങനെ ദൈവം സ്ഥായിയായ മാറ്റം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി നിലകൊള്ളാതെ, മാറ്റം വരുത്താനായിട്ട് പരിശ്രമിക്കാതെ ഒക്കെ പരിശ്രമിക്കുന്നവർ ഈ അപ്പോസ്തലന്മാരുടെ ഇങ്ങനെ കൂട്ടായ്മയൊക്കെ വിട്ടുപോകുന്ന അപ്പോസ്തലന്മാരുടെ, അല്ലെങ്കിൽ ഉപേക്ഷിച്ചതിനെയൊക്കെ തേടിപ്പോകുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി തന്നെയാണ് പിന്തുടരുന്നത്. ഈശോ ആഗ്രഹിക്കുന്നത് തമ്പുരാനെ നോക്കി. പൗലോസ്ലീഹ കൊളോസ്യസ് ലേഖനം 3:1 ഇപ്രകാരം പറയുന്നത്: ഉന്നതങ്ങളിലേക്ക് നോക്കി, ഉന്നതങ്ങളിലുള്ളവയെ നോക്കി മുന്നേറാനായിട്ടാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്. ഉന്നതങ്ങളിലുള്ളവയെ, തമ്പുരാനെ നോക്കി ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച്, ഉദ്ധിതനായ തമ്പുരാനിൽ ദൃഷ്ടി ഉറപ്പിച്ച് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകൾ എന്തെന്ന് അത് വ്യക്തമായിട്ട് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ക്രിസ്തു നഷ്ടപ്പെടുന്ന, തമ്പുരാൻ നഷ്ടമാകുന്ന ഒരു പ്രവൃത്തിയിലേക്കും പ്രവേശിക്കാൻ ഈ സഭാസമൂഹം പ്രവേശിക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തി പോലും ക്രിസ്തു നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഉദ്ധിതന്റെ പ്രകാശത്തിലേക്ക് വളരാൻ സാധിക്കാത്ത ഇരുട്ടിലേക്ക് പോകാൻ ഒരിക്കലും ഇടയാക്കരുതേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, ഉദ്ധിതനായ തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ആ സമാധാനം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ബാറൂഖിന്റെ 4:28 പറയുന്ന പോലെ, നീ ദൈവസന്നിധിയിൽ നിന്നും ദൂരെ പോകാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി ഉത്സാഹത്തോടെ, നീ ദൈവസന്നിധിയിൽ നിന്നും ദൂരെ പോകാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി ഉത്സാഹത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് അവിടുത്തെ തേടാനായിട്ടാണ് വചനം പഠിപ്പിക്കുക.
ഈ ഉദ്ധിതന്റെ ഈ സമാധാനവും ശാന്തിയുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ചെയ്യേണ്ട ഓരോ മേഖലകളെ നമുക്ക് തന്നെ വ്യക്തമായി അറിയാം. ആ മേഖലകളെ കണ്ടെത്തി തിരുത്തി ഉത്ഥാനത്തിന്റെ പ്രകാശത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനുള്ള കൃപ തമ്പുരാനോട് യാചിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും